ഇതൊക്കെ പറഞ്ഞാലും മഹാബലി അസുരനല്ലേ? പിന്നെന്തിനാണ് എല്ലാവരും മഹാബലിയെ വരവേൽക്കാൻ ആവേശം കാണിക്കുന്നത്? നീ വണ്ടി എടുക്ക. ജനനം കൊണ്ട് മാത്രമാണോ സർ മനുഷ്യര് അസുരനും ദേവനും ആവുന്നത്? കർമ്മം കൊണ്ടല്ലേ? അദ്ദേഹത്തെ പോലെ നല്ലൊരു രാജാവിനെ ഈ ലോകം കണ്ടു കാണില്ല. മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ നാട്ടിൽ കള്ളമില്ല, ചതിയില്ല, പൊളിവചനങ്ങളുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ മഹാബലിയെ ദേവഗണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആളല്ലേ സർ? അതെ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരൂ. ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് മഹാബലി 3 ലോകങ്ങളുടെയും അധിപനായി മാറി. ആർക്കും തോൽപ്പിക്കാനാകാത്ത ആ അതിഗംഭീരമായ ശക്തിയും ബലവും കൊണ്ട ലോകം അദ്ദേഹത്തെ മഹാബലി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എന്താണ് വണ്ടി അനങ്ങുന്നില്ലേ? ആ താനെന്താ കാണിക്കുന്നേ? വണ്ടി നോട്. ഒരു നിമിഷം എനിക്ക് വേണ്ടി മാറ്റി വെക്കൂ സഹോദര. ഈ മേൽവിലാസം എവിടെയാണെന്നൊന്ന് പറയാൻ അങ്ങേക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. വണ്ടി നോടൂലേ? താങ്കളുടെ മൂക്കത്താണല്ലോ ചുണ്ടി. ഒരാൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയല്ലേ അനിയ? വണ്ടി വിട്ടില്ലെങ്കിൽ കൈ ഞാൻ വരൂ. അയ്യോ അതെ, ഇത് നിങ്ങളുടെ അല്ലേ? നിങ്ങക്ക് വല്ലതും പറ്റിയോ? വേഗം വിട്. അല്ല ഇത് വേണ്ടേ? ഇതില്ലാതെ പോവാണോ? വേഗം വിട്, വേഗം വിടറാ. എന്താ കാര്യം? അല്ലേ, എനിക്ക് ഈ നാട്ടിലെ വഴികളൊന്നും അത്ര നിശ്ചയില്ല. അതൊന്ന് ചോദിക്കാന്ന് കരുതിയപ്പോ ആ അനിയന്മാര് കുറെ ശോഭിച്ചു. ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും പറ്റിയോ ആവോ? ഹൃതിയിൽ ഇതൊക്കെ എടുക്കാൻ അവർ മറന്നു. കഷ്ടായിപ്പോയി. അവര് നമുക്ക് നേരെ വന്നതായിരിക്കും. അതുറപ്പല്ലേ? നമ്മളെ കണ്ടപ്പോഴാണ് അവന്മാർ ഓടിയത്. ഇയാള് കാരണമാണ് നമ്മളെ രക്ഷപ്പെട്ട്. നിങ്ങള് എവിടെന്നാ? പാതാളം. സർ, എറണാകുളത്തെ ഒരു സ്ഥലമാ പാതാളം അല്ലേ? അതെ. അല്ല, എങ്ങോട്ടാ പോണ്ടേ? ഇതാണേ മേൽവിലാസം. നന്ദന ഹോസ്റ്റലോ? അവിടെ ആരെ കാണാനാ? പാർവതിയെ. പാറുവിനെയോ? നിങ്ങള് പാർവതിരാരാ? പാർവതി എന്റെ സുഹൃത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളാ. വിരോധമില്ലാച്ചാ അങ്ങോട്ടുള്ള വഴിയൊന്ന് പറഞ്ഞുതരാവോ? ഞങ്ങള് ആ വഴിക്കാ പോകുന്ന. നിങ്ങളെ ഞങ്ങൾ കാറിൽ അവിടെ ആക്കി തരാം. വലിയ ഉപകാരായി. വരൂ. എന്റെ ബാഗ് അത് ഞാൻ എടുക്കാം. അല്ല, എന്താ നിങ്ങളുടെ പേര്? സേന. നല്ല പേര്. വരൂ. ഇതിവിടെ കിടക്കട്ടെ. മഹാബലി തന്റെ തപസ് കൊണ്ടും യാഗങ്ങൾ കൊണ്ടും 3 ലോകങ്ങളിലും അജയ്യനായി തീർന്നു. ഭൂമിയും പാതാളവും കീഴടക്കിയ ശേഷം അദ്ദേഹം സ്വർഗലോകം ലക്ഷ്യമാക്കി പടനയിച്ചു. ദേവേന്ദ്രനും ദേവന്മാരും മഹാബലിയുടെ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ തോറ്റോടി. മഹാബലി ഇന്ദ്രന്റെ സൈന്യത്തെ കീഴടക്കിയതുകൊണ്ടും ദേവേന്ദ്രനെ പോലും
വെല്ലുന്ന സൈനിക ബലവും ഐശ്വര്യവും നേടിയതുകൊണ്ടും അദ്ദേഹത്തിന് മറ്റൊരു പേരും കൂടെ കിട്ടി, ഇന്ദ്രസേനൻ. ഇതാണ് എന്റെ അമ്മാവൻ. ഓ, അപ്പു പറഞ്ഞിരുന്നു സൈനനല്ലേ? ഓ ഓ, അപ്പൊ നിങ്ങള് അപ്പൂനെ കാണാൻ വന്നാണോ? ഇത് ഭൂമിക മാഡം. മനസ്സിലായി, കൈലാഷിന്റെ അമ്മ.